ബെല്ലയ്ക്ക് ഹെഡ്ഫോണ് മാല എല്ലാം ഉണ്ടല്ലോ. പിന്നെ അവള് എന്റെ മോളാണ്. അതിനൊരു സ്റ്റോറി ഉണ്ട്. ഒരു ദിവസം ഇവള് ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ അടിച്ചെടുത്തിട്ട് വന്നിട്ട് എന്റെ മുമ്പിൽ ഇട്ടിട്ട് ഇങ്ങനെ തല കുനിച്ച് നിന്നു. കൂളിംഗ് ഗ്ലാസ് വെച്ച് കൊടുത്തു. ഇവൾ ഓടി എന്റെ സ്കൂട്ടറിൽ കയറി. ചാർലി 777 എന്ന് പറഞ്ഞ ഫിലിം ഉണ്ട്. അതിലെ സെയിം പോലെ ഓൾമോസ്റ്റ് ഒരു 20,000 കിലോമീറ്റർ 20 സ്റ്റേറ്റ്സ് കവർ ചെയ്തു. ഈ ബെല്ലയുടെ റിയൽ അച്ഛനാണ് ഞാൻ. നാഡി ജ്യോതിഷം എന്ന് പറഞ്ഞ പരിപാടി. മകള് കൂടെ ഉണ്ടോന്ന് ചോദിച്ചു. എന്റെ കൂടെ എന്റെ ഡോഗ് ഉണ്ടെന്ന് പറഞ്ഞു. ഡോഗല്ല, കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങളുടെ മകളായിരുന്നു. ബെല്ലനെ വീഡിയോ കോൾ വിളിച്ച് കാണാൻ ഒരുപാട് പേര് വിളിക്കാറുണ്ട്. അടുത്ത ട്രിപ്പ് കൊച്ചി ടു ലണ്ടൻ. അതെ അതെ. ബെല്ലയ്ക്ക് ആൾമോസ്റ്റ് 6 വയസ്സായി. ഇനി അവൾക്ക് ഒരു 6-7 വർഷം മാക്സിമം അത്രയൊക്കെ ലൈഫ് ഉള്ളൂ എന്ന് എനിക്ക് ആ ഒരു വേദനയോടെ ഒരു സത്യം എനിക്കറിയാം. അതിനു മുമ്പ് എന്റെ മോളെ എനിക്ക് ലോകം മുഴുവൻ കാണിക്കണം. നമ്മളെല്ലാം ട്രിപ്പ് ചെയ്യാറില്ലേ? ഇന്ന് ഞാൻ പരിചയപ്പെടാൻ പോകുന്നത് ഓൾ ഇന്ത്യ ട്രിപ്പ് പോയ ഒരാളെയാണ്. ആൾക്കൊരു സ്പെഷ്യൽ ട്രാവലിംഗ് കമ്പാനിയൻ ഉണ്ട്. അങ്ങനെ അവരെ രണ്ടുപേരെ അന്വേഷിച്ച് ഞാൻ തൃശ്ശൂരിലെത്തിയിരിക്കുകയാണ്. അപ്പൊ നമുക്കൊന്ന് അവരെ പരിചയപ്പെട്ടാലോ? കം. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ രണ്ടാൾക്കാര്. ഹായ് ചേട്ടാ, നമസ്കാരം. രഘു ചേട്ടാ, ഓൾ ഇന്ത്യ ട്രിപ്പ് പലവരും ചെയ്യുന്നതാണ്. പക്ഷെ ഇങ്ങനെ ഒരു സ്പെഷ്യൽ കമ്പാനിയനുമായിട്ട് പോയ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അത് ശരിക്കും ഇവൾക്ക് ഒരു മാസം ഉള്ളപ്പോഴാണ് ഇവളെ എനിക്ക് കിട്ടുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ഒരു 6 മാസം ഉള്ളപ്പോൾ ഞാൻ സ്ഥിരം കൂളിംഗ് ഗ്ലാസ് ഉപയോഗിക്കുന്ന ഒരാളാണ്. അപ്പൊ ഒരു ദിവസം ഇവളൊരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ അടിച്ചെടുത്തിട്ട് വന്നിട്ട് എന്റെ മുമ്പിൽ ഇട്ടിട്ട് ഇങ്ങനെ തല കുനിച്ച് നിന്നു. ഞാൻ കൂളിംഗ് ഗ്ലാസ് വെച്ച് കൊടുത്തു. ഇവൾ ഓടി എന്റെ സ്കൂട്ടറിൽ കയറി. അപ്പൊ ഞാൻ അന്ന് ഫോർട്ട് കൊച്ചി സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്ന സമയമാണ്. ടൂറിസം പോലീസിലായിരുന്നു. അങ്ങനെ ഞാൻ ഇവളെയും കൊണ്ട് അന്ന് ഫോർട്ട് കൊച്ചി വരെ പോയി. പിന്നെ സ്ഥിരം ഒരു യാത്രയായി. അതോടെ എനിക്ക് മനസ്സിലായി ഇവള് യാത്ര ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്ന് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ സ്ഥിരമായി പിന്നെ യാത്രകൾ തുടങ്ങി. ആ യാത്രയിൽ കൂളിംഗ് ഗ്ലാസ് വെച്ച് ഡ്രസ്സ് ധരിച്ചൊരു ഡോഗ് എന്ന് പറയുമ്പോൾ എല്ലാവരും കാണുന്നവർക്ക് പെട്ടെന്നൊരു സന്തോഷമാണ്. ഇവളോടൊപ്പം സംസാരിക്കാനും ഫോട്ടോ എടുക്കാനും അടുത്തൊന്നും തലോടാനൊക്കെ. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് മറ്റുള്ളവർക്ക് ഒരു സന്തോഷവും കൂടി നൽകുന്ന ഒരു കാര്യമാണ്. അപ്പൊ ആ യാത്ര ഇന്ത്യയിൽ ഉടനീളം നമുക്ക് മനസ്സിലായൊരു കാര്യം, ബെല്ലനെ ഇനി 10 വർഷം കഴിഞ്ഞ് കണ്ടാലും ചിലപ്പോൾ മറക്കില്ല. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഈ കൊച്ചി ടു കാശ്മീർ വരെയുള്ള യാത്ര. 45 ഡേയ്സ് ആണ് ഞങ്ങൾ യാത്ര ചെയ്തത്. ഓൾമോസ്റ്റ് ഒരു 20,000 കിലോമീറ്റർ 20 സ്റ്റേറ്റ്സ് കവർ ചെയ്തു. ബെല്ല എങ്ങനെയുണ്ട് ആസ് എ കമ്പാനിയൻ കൂടെ വന്നിട്ട്? അവള് ഭയങ്കര, ശരിക്കും നമ്മുടെ ഒരു മോളെ കൂടെ കൊണ്ടുപോകുന്ന പോലെ. ഒരു എന്താ പറയുക, ഡോഗിനെ കൊണ്ടുപോകുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് ചില അസ്വസ്ഥതകൾ ഉണ്ടാവും, അല്ലെങ്കിൽ അവര് മറ്റൊരാൾ ഡിസ്റ്റർബ് ചെയ്യും. അങ്ങനെയൊന്നുമില്ല. ആള് ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഫോട്ടോ എടുക്കാൻ പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് വന്ന് ഫോട്ടോ എടുക്കാൻ പോസ് ചെയ്യും. ട്രെയിൻ നമ്മൾ പറയുന്നതും കേൾക്കുന്നതും കണ്ട് മനസ്സിലാക്കി അങ്ങനെ ഒരു മനുഷ്യന്റെ എല്ലാ സ്വഭാവ ഗുണങ്ങളും ദോഷമൊന്നുമില്ല, നല്ല ഗുണങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഈ വണ്ടിയാണെങ്കിൽ കസ്റ്റമൈസേഷൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ?